മലയാള സിനിമയിൽ തുടക്കത്തിൽ തന്നെ തന്റേതായ മുദ്ര പതിപ്പിച്ച നടന്മാർ. തേർഡ് പ്ലേസിൽ കമൽ ഗൗർ. ആദ്യ സിനിമയിൽ തന്നെ ഇതുപോലൊരു വില്ലനിസം കാണിച്ചു തന്ന മറ്റൊരു നടനില്ല. തന്റെ സ്റ്റൈലിലൂടെയും ആറ്റിറ്റ്യൂഡിലൂടെയും പ്രേക്ഷകരെ ഞെട്ടിച്ച കമൽ ഗൗർ. ജോണി വാക്കർ എന്ന സിനിമയിലെ സ്വാമി എന്ന വില്ലനെ മലയാളികൾ ഒരിക്കലും മറക്കില്ല. സെക്കൻഡ് പ്ലേസിൽ സായ് കുമാർ. 1977 വിടരുന്ന മുട്ടുകൾ എന്ന സിനിമയിലൂടെ ചൈൽഡ് ആർട്ടിസ്റ്റായി മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്നു. പിന്നീട് 2 ചെറിയ വേഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ലീഡ് റോൾ ചിത്രം റാംജി റാവു സ്പീക്കിംഗ് റിലീസാവുന്നു. സിദ്ദിഖ് ലാൽ ഒന്നിക്കുന്ന ആദ്യ സിനിമ. ഇൻ ഹരിഹർ നഗർ സീരീസിന് എത്ര ഫാൻ ബേസ് ഉണ്ടോ ഒരുപക്ഷെ അതിനേക്കാളും ഒരു പടി മേലെ ഈ സീരീസിന് ഫാൻ ബേസ് ഉണ്ടാകും. സായ് കുമാർ ഉൾപ്പെടെ റാംജി റാവുവിൽ അരങ്ങേറ്റം കുറിച്ച എല്ലാവരും അങ്ങ് കയറി കൊളുത്തി. ഏത് നിമിഷവും നമ്മളെ പറ്റിക്കും. കണ്ണീച്ചോറയില്ലാതെ പറ്റിക്കുന്ന നാറിയായവൻ. ഫസ്റ്റ് പ്ലേസിൽ ഋഷഭാവ. 1990 അദ്ദേഹം തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. ഡോക്ടർ പശുപതി എന്ന സിനിമയിൽ നായക പരിവേഷത്തിലൂടെയാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വേഷം മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. രഘുവരനെ മനസ്സിൽ കണ്ട് എഴുതിയ കഥാപാത്രം ഷെഡ്യൂളിംഗ് കോൺഫ്ലിക്റ്റ് കാരണം അത് ഋഷഭാവയിലേക്ക് എത്തുന്നു. അങ്ങനെ ഋഷഭാവ ചെയ്ത ആദ്യ വില്ലൻ കഥാപാത്രം മലയാളത്തിലെ തന്നെ ഐക്കോണിക്കായി മാറി. ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രോസിനെയും കൊണ്ട് നടക്കാനിറങ്ങുമ്പോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരുമായിരുന്നില്ലേ?